നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ആയിരക്കണക്കിന് പാപ്പാമാരെ അണിനിരത്തി നടത്തിയ ബോൺ നഥാലെ വിളംബര റാലി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റായി സണ്ണി ചെന്നിക്കരയും പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ബിന്ദു സേതുമാധവനും പാടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായി മിനു ടീച്ചറും നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റായി ജോബി ജോസും തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റായി ശാന്ത ഉണ്ണികൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് നടന്ന ബോൺ നഥാലയുടെ വിളംബര ജാഥ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് പങ്കെടുത്തു. റവന്യൂ മന്ത്രി K രാജൻ, മുൻ മേയർ MM വർഗീസ്, തൃശൂർ ആർച്ച് ബിഷപ്പ് മറാൻഡ്രൂസ് താഴത്ത്, ജനപ്രതിനിധികൾ തുടങ്ങിയവരും വിളംബര ജാഥയെ നയിച്ചു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ പ്രമുഖരായുള്ള മണിക്കൂറുകളായി ഈ ഒരു ദൃശ്യ കാണാൻ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളാണ് സ്വന്തം റോഡിൽ. സ്നേഹത്തിലൊന്ന പാപത്തിൻ കൊട്ടാരക്കെട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ നാം തിരിച്ചറിയും ആ ദൈവിക ചൈതന്യം വഴി നടത്തും. ബേത്ലഹേം നാട്ടിലെ ഇടയരെ കൂട്ടിൽ അവനെ കണ്ടുമുട്ടും. താളത്തിൽ ഈണത്തിൽ ഒന്നായി പാടിടാം കർത്താവിനായി. കാരുണ്യം തേടും ഈ ഹൃദയങ്ങളിൽ ആശ്വാസം പകരുന്നു ബോൺ നഥാലെ. ആനന്ദം തേടി പാടിടാം നാഥനെ, പാടിടാം ഹല്ലേലൂയ. അത്യുന്നത പുത്രൻ ജനിച്ചുവല്ലോ, വാഗ്ദാന പുത്രനായി ഒന്നായി ചേർന്നിടാം. സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം, ഇന്ന് സ്നേഹത്തിൽ പുതുജീവൻ പങ്കുവെക്കാം. ദൂരെ ദൂരെ നിന്ന് വന്ന് ആമോദത്തോടെ ഞങ്ങൾ പുതുജീവൻ പകരുന്നീ വീഥികളിൽ. പാടി പാടിയാളൊരുക്കും ആഘോഷരാവിതിൽ ആനന്ദം തിരതല്ലും ബോൺ നഥാലെ. ആടിടാമൊന്നായി പാടിടാം സാമോദം, ആത്മീയ നാഥനെ വരവേറ്റിടാം താളത്തിൽ ഈണത്തിൽ. മേരി തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 12ാമത്തെ പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്നുള്ള മേരി തോമസ് തെരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 30 വോട്ടുകളിൽ 21 വോട്ടും മേരി തോമസ് നേടി. ഫലപ്രഖ്യാപനത്തിനു ശേഷം കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴാനി ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് മേരി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച പുത്തൂർ ഡിവിഷനിൽ നിന്നുള്ള EA ഓമനയ്ക്ക് 9 വോട്ടുകൾ ലഭിച്ചു. രാവിലെ 10:40 നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഡെപ്യൂട്ടി കളക്ടർ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. കയ്പമംഗലം ഡിവിഷനിൽ നിന്നുള്ള KS ജയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മേരി തോമസിനെ നിർദ്ദേശിച്ചു. PG ഡിവിഷനിലെ PS വിരയൻ പിന്താങ്ങി. വടക്കേക്കാട് ഡിവിഷനിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗം ആദ്യ വോട്ട് ചെയ്തു. തുടർന്ന് മറ്റ് 29 പേരും രേഖപ്പെടുത്തി.
സത്യപ്രതിജ്ഞാ ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ശ്രീവിദ്യ രാജേഷിനെ തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി മാത്യു നൈനാനെയും ഉച്ചകഴിഞ്ഞ് നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്തു. ഇന്ന് നടന്ന മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സണ്ണി ചെന്നിക്കര വിജയിച്ചു. വൈസ് പ്രസിഡന്റായി സുകന്യ ബൈജുവും ഉച്ചകഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മന്ത്രി കെ രാജൻ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ബൊക്കെ നൽകിയ ആദരവ് ഏർപ്പെടുത്തി. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സണ്ണി ചെന്നിക്കര എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സുകന്യ ബൈജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുകയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ശേഷം വീണ്ടും പഞ്ചായത്തിന് നേതൃത്വ നിലയിൽ പ്രവർത്തിക്കാൻ കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ ഒരു നേതൃത്വം വന്നിട്ടുള്ള ദിവസമാണ്. ഇവിടെ അവറാച്ചേട്ടൻ പറഞ്ഞതാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. കഴിഞ്ഞ 11-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കും വരെ വാശിയായിട്ടുള്ള രാഷ്ട്രീയ സമരം തന്നെയാണ് നമുക്കിടയിൽ നടന്നത്. സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള അവസരത്തിലേക്ക് ടീച്ചറും ജിത്തും ഒക്കെ മത്സരിക്കുന്ന വാർഡുകളിൽ സ്വാഭാവികമായിട്ടും കടുത്ത രാഷ്ട്രീയ നിലപാടുകളോടുകൂടി തന്നെയുള്ള മത്സരരംഗത്തേക്ക് നേതൃത്വപരമായ പങ്ക് ജയിച്ച മുന്നണി വഹിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വഹിച്ചിട്ടുണ്ട്. അത് അവരെ തോൽപ്പിക്കാനായിരുന്നില്ല, ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കും വരെ ആ രാഷ്ട്രീയം വളരെ ശക്തിയായി ഉയർത്തിപ്പിടിച്ചതുപോലെ തന്നെ അത് തുടർച്ചയായിട്ടും ഉണ്ടാകുമെങ്കിലും വികസന പ്രവർത്തനങ്ങളിലും പഞ്ചായത്തിൻ്റെ ഭരണ നിർവഹണത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ വേർതിരിവുകളില്ലാത്ത വിധം ഒരു മനസ്സായി മാടക്കത്ര ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുക എന്ന വലിയ ചുമതല തന്നെയാണ് പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഇന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുൾപ്പെടെയുള്ള ഭരണസമിതിക്ക് നിർവഹിക്കാനുണ്ട്. അതവർ ഏറ്റവും കൃത്യതയോടുകൂടി നിർവഹിക്കുമെന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും കൂട്ടായ്മയോടുകൂടി പ്രവർത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാകുന്ന വലിയ അനുഭവങ്ങളുള്ള ആളുകളാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ 5 വർഷക്കാലം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഇന്നലെ ചേച്ചിയോട് ചേർന്നു. ഇടക്കാലത്ത് ഇന്നലെ ചേച്ചി അസുഖമായി കിടക്കുന്ന കാലത്ത് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചു. പഞ്ചായത്തിലെ അന്നുള്ള മുഴുവൻ അംഗങ്ങളെയും ചേർത്ത് പിടിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകളില്ലാത്ത വിധം ഒരു പഞ്ചായത്തിനെ നയിച്ചതിൻ്റെ അനുഭവം പാരമ്പര്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും മറ്റു ആളുകളിലെ കൂടി ആളുകളെ കൂട്ടിച്ചേർക്കുമ്പോഴാണ്
പഞ്ചായത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം ഉണ്ടാവുക എന്ന പൊതുവായിട്ടുള്ള ധാരണയോടെ നമ്മുടെ പഞ്ചായത്തിനകത്ത് നിർവഹിക്കേണ്ട ചുമതലകൾ ഏറ്റവും വൃത്തിയോടെ നിർവഹിച്ച് മുന്നോട്ട് പോയ അനുഭവം ഇനി തുടർന്ന പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ നേതൃത്വം നൽകാൻ തീർച്ചയായും സണ്ണി ചെന്നിക്കലയ്ക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് സാധ്യമാകും എന്ന ആത്മവിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. സുകന്യാണെങ്കിൽ ഒരു ദളിത സ്നേഹ സൗഹൃദം പോലെ നമ്മളെല്ലാവരുടെയും അനുഗതിയെയും സഹോദരിയെയും ഒക്കെ പോലെ കഴിഞ്ഞ 2 തവണകളിൽ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം പങ്കാളിയായി എല്ലാ കുടുംബങ്ങളിലും ഏത് വിധത്തിലും ഏത് തരത്തിലും ഇടപെടാൻ പറ്റുന്ന സ്വാതന്ത്ര്യത്തോടെ നമുക്കിടയിൽ ഇടപെടാൻ പറ്റിയ ഒരു ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന യുവജന സംഘടന. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ബിന്ദു സേതുമാധവനും വൈസ് പ്രസിഡന്റായി മിനി റജിയും ചുമതലയേറ്റു. പുത്തൂർ പഞ്ചായത്തിലെ ഇളംതുരുത്തി 23-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച ബിന്ദു സേതുമാധവനെ ആദ്യ 3 വർഷക്കാലം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായും വെള്ളക്കാരിത്തടം 7-ാം വാർഡിൽ നിന്ന് വിജയിച്ച മിനി റജിയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. ഇരുവരും 13 വോട്ടുകൾക്ക് വിജയിച്ചു. ആകെ 24 വോട്ടിൽ 13 UDF സ്ഥാനാർത്ഥിക്കും 10 LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 10 വർഷത്തിനുശേഷം പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. തുടർന്ന് 2 വർഷം ചെമ്പകണ്ടം 11-ാം വാർഡിൽ നിന്ന് വിജയിച്ച CK തിലകനെ പ്രസിഡന്റായും മരോട്ടിച്ചാൽ 10-ാം വാർഡിൽ നിന്ന് വിജയിച്ച ജോസി ബേബിയെ വൈസ് പ്രസിഡന്റായും നിയമിക്കാനുള്ള ധാരണയായി. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു സേതുമാധവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആയിരം റോസാപ്പൂക്കൾ പാണഞ്ചേരി പഞ്ചായത്ത് ഇനി മിനു ടീച്ചർ നയിക്കും. പുതിയ പ്രസിഡന്റ് മിനു ടീച്ചർ. പാണഞ്ചേരി പഞ്ചായത്തിലേക്ക് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിനു ടീച്ചർ 13 വോട്ട് നേടി വിജയിച്ചു. രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പിൽ 24 അംഗങ്ങളിൽ 23 അംഗങ്ങൾ വോട്ട് ചെയ്തു. തെക്കുംപാടത്ത് നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയില്ല. LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ KV അനിതയ്ക്ക് 10 വോട്ടുകൾ ലഭിച്ചു. വരണാധികാരി പ്രജിയുടെ നേതൃത്വത്തിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കിയത്. കൃത്യം 10:30 തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മിനു വർഗീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇനി മുതൽ ഞാനൊരു രാഷ്ട്രീയ സംഘടനയുടെ പ്രതിനിധിയല്ല, പഞ്ചായത്തിൻ്റെ പ്രതിനിധിയാണ്.
പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിരിക്കും. ഏതൊരു കാര്യത്തിനും ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. ഏതൊരു കാര്യത്തിനും എന്ത് കാര്യത്തിനും വളരെ നിഷ്ഠ വലിയൊരു സന്തോഷമായ വേളയിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് പറയാനുള്ളത്, ഇവിടെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ പാലഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട്. മലയോര മേഖലയിൽ പട്ടയ വിഷയം, വന്യമൃഗങ്ങളുടെ ശല്യം, പട്ടയത്തിൻ്റെ റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പീച്ചി ഡാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് നിരവധി വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ സാധാരണക്കാരൻ കുടിവെള്ളത്തിന്റെ പ്രശ്നമടക്കമുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് പ്രതീക്ഷിക്കാത്തതായിരുന്നു. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഈ ഒരു സ്ഥാനത്തെത്തിച്ചതിന്. അത് മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഈ പഞ്ചായത്തിലെ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളെ ഒരുപോലെ കാണുക എന്നതാണ്. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ ഒരു കാര്യത്തിനും ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് സമയാസമയം കൃത്യമായിട്ട് അത് ചെയ്തു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. അത് ഞങ്ങളത് കൂട്ടായി എല്ലാവരെയും ഒത്തുചേർത്ത് ഇവിടുത്തെ പഞ്ചായത്തിനെയും ഇവിടുത്തെ മെമ്പേഴ്സിനെയും എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഞങ്ങൾ വളരെ കഴിയുന്നത്ര നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് എല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ, ചില പ്രൊജക്ട്സൊക്കെ നിലച്ച് നിൽക്കുന്ന ഉണ്ടെങ്കിൽ അത് വേണ്ട തരത്തിൽ അതിനെ പുനർജീവിപ്പിച്ച് അത് ഏതൊക്കെ തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നു എന്ന് പഠിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. പുതിയ പദ്ധതികൾക്ക് പീച്ചിയിൽ ഒരു ജലനിധി, അത് അവിടുത്തെ ജലനിധി വെള്ളം കൊടുത്താൽ അതിപ്പോൾ നിശ്ചലമായിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ കണ്ടുപിടിച്ച് അത് കൂടുതൽ അന്വേഷിച്ച് ജനങ്ങളോട് ചോദിച്ച് അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അതുപോലെ ഈ ഓഡിറ്റോറിയം, പല പ്രാവശ്യമായിട്ട് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തിട്ടൊന്നും പൂർണ്ണസ്ഥിതിയിലായിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ആ നിൽക്കുന്ന ആ സ്ട്രക്ചറിൽ തന്നെ ഏത് തരത്തിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പഠിച്ച് അത് വേണ്ട രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതാണിപ്പം ആദ്യം ചെയ്യുന്നത്. പിന്നെ ഈ ഹരിതകർമ്മസേനയുടെ ഒരു പ്രശ്നം പല ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. അത് വേണ്ടത്ര രീതിയിൽ ജനങ്ങൾക്ക് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പ്ലാസ്റ്റിക് ശേഖരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രയാണ് മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റായി ജോബി ജോസും വൈസ് പ്രസിഡന്റായി ഷീന പൊറ്റക്കാട്ടും ചുമതലയേറ്റു. നടത്തറ പഞ്ചായത്തിലെ മൈനർ റോഡ് 20-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ജോബി ജോസ് നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റായി. 11 വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. വാർഡ് 5-ൽ നിന്ന് വിജയിച്ച ഷീന പൊറ്റക്കാട്ട് വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. 11 വോട്ടുകൾ നേടിയാണ് വിജയം. രാവിലെ 10:30 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2:30 വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടത്തി. ഭരണം നിലനിർത്തിയ നടത്തറ പഞ്ചായത്തിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നടത്തറ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോബി ജോസ് പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റായി ശാന്ത ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് EN ശശി. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. നമ്മൾ ശാന്ത ഉണ്ണികൃഷ്ണനെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശാന്ത ഉണ്ണികൃഷ്ണൻ എന്ന ഞാൻ
നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ 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 രക്തസാക്ഷികൾ സിന്ദാബാദ് തെക്കുംകരയുടെ വികസന സ്വപ്നം സാർത്ഥകമാക്കാൻ മുന്നോട്ട് ഇടതുമുന്നണി മുന്നോട്ട് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നൂറുചുകപ്പൻ അഭിവാദ്യങ്ങൾ നേരുന്നു ചാത്തുന്നു സഖാവിശാന്തയ്ക്ക് അഭിവാദ്യങ്ങൾ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശശി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസിനെയും വൈസ് പ്രസിഡന്റായി പോൾസൺ തെക്കുംപീടികയെയും തെരഞ്ഞെടുത്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വി.ഡി. ഭാഗ്യലക്ഷ്മി CPM തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി VR സുരേഷിനെയും തെരഞ്ഞെടുത്തു. കോൺഗ്രസ് കൌൺസിലർ ലാലി ജെയിംസിന് സസ്പെൻഷൻ. പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പണപ്പെട്ടി ആരോപണം നടത്തിയതിനാണ് പാർട്ടി നടപടി. ഇനിയൊരു ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം NSSന്റെ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ 7 ദിവസത്തെ ക്യാമ്പ് പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SI അനിൽകുമാർ പതാക ഉയർത്തി. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് ലിജോ ജോസ് അധ്യക്ഷനായി.
തൃശൂർ കോർപ്പറേഷൻ 3-ാം വാർഡ് കൌൺസിലർ AV കൃഷ്ണമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബാബു KF സ്വാഗതവും പൂങ്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മഹേഷ് BC, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബൈജു KG, സ്റ്റാഫ് സെക്രട്ടറി സുമ സണ്ണി എന്നിവർ ആശംസകൾ അറിയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സന്ദീപ് TJ ക്യാമ്പ് വിശദീകരണം നിർവഹിച്ചു. NSS വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ പൂങ്കുന്നം സെന്ററിലേക്ക് വിളംബര ജാഥയും നടത്തി. നിങ്ങളത് പ്രയോജനപ്പെടുത്തി നല്ല പൗരന്മാരായി വളരാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ സ്വർഗവാതിൽ ഏകാദശി മഹോത്സവം ഡിസംബർ 30-ന് ആഘോഷിക്കും. രാവിലെ 8:30-ന് 5 ആനപ്പുറത്ത് ശീവേലി എഴുന്നള്ളിപ്പ്, ചേറൂർ രാജപ്പൻമാരാർ ആൻഡ് പാർട്ടിയുടെ പഞ്ചാരിമേളം, 12 മണിക്ക് ഏകാദശി ഊട്ട്, വൈകിട്ട് 6:30-ന് തൃപ്രിയ രമേശന്മാരാർ ആൻഡ് പാർട്ടിയുടെ നടപ്പുര പഞ്ചവാദ്യം, 8:45-ന് വിളക്കാചാരം, തുടർന്ന് 5 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ്, കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രമാണികത്വത്തിൽ പാണ്ടിമേളം, 31-ന് ദ്വാദശി നാളിൽ ദ്വാദശി ഊട്ടോടെ ചടങ്ങുകൾ സമാപിക്കും. ശ്രീ മഹാമൃത്യുഞ്ജയൻ ബാലെ, നവമി നാളിൽ അക്ഷരശ്ലോക പാരായണം, നൃത്തനൃത്യങ്ങൾ, വിളക്കാചാരം, പഞ്ചരത്ന കീർത്തനം എന്നിവ നടക്കും. KP ചാക്കോച്ചൻ പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി KP ചാക്കോച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30-നായിരുന്നു തിരഞ്ഞെടുപ്പ്. LDFന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന സനിൽ വാണിയമ്പാറയ്ക്ക് 10 വോട്ടും KP ചാക്കോച്ചന് 13 വോട്ടും ലഭിച്ചു. തെക്കുംപാടത്തു നിന്നും വിജയിച്ച കൃഷ്ണേന്ദു പ്രശാന്ത് വോട്ട് രേഖപ്പെടുത്തിയില്ല. തുടർന്ന് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന പരിപാടിയിൽ ചാക്കോച്ചൻ വൈസ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. 2000, 2010, 2020, 2025 കാലഘട്ടങ്ങളിൽ 4 തവണ ചാക്കോച്ചൻ ജനപ്രതിനിധിയായി. കൂടാതെ കഴിഞ്ഞ 3 വർഷമായി പാണഞ്ചേരിയിലെ പാർട്ടിയെ നയിച്ചിരുന്നതും KP ചാക്കോച്ചനായിരുന്നു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പട്ടിക്കാട് കാർ ഡിവൈഡറിൽ ഇടിച്ച് അപകടം. ദേശീയപാതയിൽ പട്ടിക്കാട് ബസ് സ്റ്റാൻഡിന് സമീപം കാർ ഡിവൈഡറിൽ ഇടിച്ച അപകടം. ഇന്ന് രാവിലെ 9 മണിയോടെ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. മേൽപ്പാലം ഇറങ്ങി വന്ന കാർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഭാഗത്തെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് പോയിരുന്ന 4 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന പാതയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആയിരക്കണക്കിന് പാപ്പാമാരെ അണിനിരത്തി നടത്തിയ ബോൺ നഥാലെ വിളംബര റാലി മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി മേരി തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റായി സണ്ണി ചെന്നിക്കരയും പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി ബിന്ദു സേതുമാധവനും പാടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായി മിനു ടീച്ചറും നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റായി ജോബി ജോസും തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റായി ശാന്ത ഉണ്ണികൃഷ്ണനും തെരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് തോമസ് തോപ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പ് ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.